കളറൊക്കെ അടിപൊളിയായിട്ടുണ്ട്. നല്ല ചോക്ലേറ്റ് കളറ്. അദ്ദേഹത്തിന്റെ കൂട്ടുകാരെല്ലാം കൂടി പെട്ടെന്ന് കയറി വന്നു. ചോദിച്ചതോ കേറിട്ടൽവ എന്ന് പറഞ്ഞ പോലെ ലുലുവിന്റെ ഓൺലൈൻ ആപ്പ് നോക്കുമ്പോഴാണ് പെട്ടെന്ന് കയറി വന്നത് നമ്മുടെ അടപ്രഥമന്റെ ഇൻസ്റ്റന്റ് പായസം. അത് കണ്ടപ്പോൾ തന്നെ പെട്ടെന്ന് ഒരു അടപ്പായസം കുടിക്കാനുള്ള ഒരാഗ്രഹം കയറി വന്നു. എന്താ ചെയ്യുക, പെട്ടെന്ന് ഒരു പാത്രം തപ്പി. അടി കട്ടിയുള്ള പാത്രം തന്നെ വേണം കേട്ടോ. എനിക്ക് കിട്ടിയത് ഇഡ്ഡലി പാത്രമാണ്, ഇവിടെ അതേ ഉള്ളൂ. അപ്പോൾ അതെടുത്ത് വെച്ചിട്ട് ഇതിപ്പം എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും എന്ന് വിചാരിക്കും, എന്നാലും ചെറിയ ചെറിയ ടിപ്സ് എങ്കിലും കിട്ടുമെന്ന് നോക്കാൻ ഇതുപോലെ യൂട്യൂബ് ചെക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കുള്ളതാണ് ഈ വീഡിയോ കേട്ടോ. അപ്പോൾ ആദ്യം ഒരു ഇഡ്ഡലി പാത്രം വെച്ചിട്ട് അതിലേക്ക് 2 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തു. കാരമലൈസ് ചെയ്യാൻ കേട്ടോ. അടപ്രഥമൻ്റെ ഇതുപോലത്തെ ഒരു കളറൊക്കെ കിട്ടണ്ടേ, അതൊന്ന് കരിയാതെ ആക്കണം. ഇത് ഇച്ചിരി കരിഞ്ഞ് പോയിട്ടുണ്ട്, ഇത്തിരി ബ്രൗൺ കൂടി പഞ്ചസാര കരിയരുത് കേട്ടോ. അത് കഴിഞ്ഞ് 1 സ്പൂണ് നെയ്യ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉടനെ തന്നെ 1.5 ലിറ്റർ പാലാണ് ഒഴിക്കുന്നത്, കാരണം ഇത് 200 ഗ്രാമിൻ്റെ ഇൻസ്റ്റൻറ്റ് അടപ്രഥമൻ മിക്സ് ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു പാലും കൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തിള വരുമ്പോൾ ഒന്നുമില്ല ഈ പാക്കറ്റ് അങ്ങോട്ട് കൊട്ടിക്കൊടുക്കുക. ഇത് അറിയുന്നവരായിരിക്കും, അല്ലെങ്കിൽ ഇതെല്ലാവരും ചെയ്യുന്നവരായിരിക്കും, എന്നാലും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ടിപ്പ് ഉണ്ടല്ലോ, അത്രയും നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഒരു ഫണ്ണി ഫാമിലി വീഡിയോ ആയിട്ട് എടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഇതിട്ട് കൊടുത്തിട്ട് നന്നായി തിളച്ച് ഒരു 25-30 മിനിറ്റാണ് പാക്കറ്റിൽ പറയുന്നത്. ആ ടൈം ആവുമ്പോൾ ഇത് റെഡി ആയിട്ടുണ്ടാവും. എന്താ നമ്മൾ ഉണ്ടാക്കുന്നത് ഇന്ന്? എന്തുണ്ടാക്കുന്നത്? അടപ്പായസം. അങ്ങനെ ഈ പായസം ഇളക്കി ഇതാ ഏകദേശം കുറുക്കി വന്നിട്ടുണ്ട് കേട്ടോ. ചില സമയത്ത് ഞാൻ ഉണ്ടാക്കിയ സമയത്ത് ഒരു സമയത്ത് അട താഴെയും പാല് മേലെയും നിൽക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായി. ആ സമയത്ത് ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അധികം അറിയില്ലായിരുന്നു. പിന്നെ ഞാൻ ഉണ്ടാക്കിയിട്ട് ഏകദേശം എക്സ്പേർട്ട് ആയിട്ടോ. മധുരത്തിനും കുറച്ചൊരു റിച്ച് ക്രീമി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ആവശ്യമില്ല, ആക്ച്വലി മധുരം ഉണ്ട് കേട്ടോ, എന്നാലും ഒരു ക്രീമി ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. ആ ഒഴുകിയ മിൽക്ക് മെയ്ഡിനെ കുറിച്ച് ആരും വിഷമിക്കേണ്ട, ഞാൻ എടുത്ത് നക്കിയിട്ടുണ്ട്. പിന്നെ അത് തിളച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇത് പ്രീമിയം ക്വാളിറ്റി മിൽക്ക് മെയ്ഡ് ഉണ്ടോ, കുറച്ച് മതി, നല്ല കിറങ്ങിയ മധുരമായിരുന്നു. ഇത് കൂടുതൽ ഇടണമെന്നൊന്നുമില്ല, വേണമെങ്കിൽ ഒരു 1-2 സ്പൂൺ ഇട്ടാൽ മതി. ഞാനത് ആ ഒരു ഇച്ചിരി പോർഷൻ തന്നെ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. അടിപൊളി കുറുകിയ പായസം. എല്ലാവരും ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പം നല്ല പായസം ചൂടോടെ കുടിക്കേണ്ട, തണുത്ത് കുടിച്ചാൽ മതി, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉള്ളത്. അതുപോലെ നമ്മൾ കുറച്ച് സാധനം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം കുടിക്കുകയാണെങ്കിൽ നല്ല ഐസ്ക്രീം പോലെ തന്നെ ആയിരിക്കും. അടിപൊളി കിടുക്കാച്ചി സാധനമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഹലോ ഗായ്സ്, അപ്പൊ നമുക്ക് ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. കുറുകിയ പായസം കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ 2 ഗസ്റ്റഡും വല്ല വന്ന് നിൽക്കുന്നുണ്ട്. സോ ലെറ്റ്സ് ചെക്ക്. ആദ്യം സൂപ്പർ സൂപ്പർ ഗൈസ്, സൂപ്പർ മസ്മരികം. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാൻ. ടാറ്റ ബൈ ബൈ.